السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. الحمد لله الله وبركاته. الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات سورة الأنعام لتدبر القرآن. നമ്മൾ എവിടെ നിർത്തിയത്? അമ്പത്തിരണ്ടാമത്തെ 52-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ലാ തത്രിദിൽ ലദീന, അല്ലേ? അതെ, അള്ളയെ പ്രഭാതത്തിലും പ്രദോഷത്തിലും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നീ ആട്ടി അകറ്റരുത്, ദരിദ്രവാസികളെ ഒന്നും മാറ്റി അകറ്റരുത് എന്ന് പറഞ്ഞിടത്താണ് നിർത്തിയത്, അല്ലേ? അതെ. ഇനി 53 മുതൽ 53 മുതലുള്ള ഭാഗമാണ് നമുക്ക് വായിക്കുന്നത്. നമ്മളിത് വായിച്ച് പഠിച്ച് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, അല്ലേ? വാക്കർത്ഥമൊക്കെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ എന്ന് പറഞ്ഞത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇതേ സൂറത്തില് കതബ അലാ നഫ്സിഹിർ റഹ്മ എന്നാണ് നേരത്തെ പഠിച്ചത്. ഇവിടെ വന്നിരിക്കുന്നത് കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ. ഇതേ സൂറത്തിൽ തന്നെ പ്രാരംഭത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ മൻ അമല മിൻകും സൂഅൻ ബിജഹാലത്തിൻ. ജഹാലത്ത് എന്താണ്? അറിവില്ലായ്മ. അതാ, അറിയാതെ അറിവില്ലാത്തത് കൊണ്ട് തെറ്റിയത് എന്നാണോ? അറിവില്ലാത്തത് കൊണ്ട് തെറ്റിയതൊന്നല്ല, തെറ്റ് പറ്റിപ്പോയി. അങ്ങനെ തെറ്റ് ചെയ്യുക എന്നത് ജഹാലത്താണ്. നേരത്തെ പഠിക്കാത്തോണ്ടല്ല തെറ്റ് പറ്റിപ്പോയത്. നമ്മളൊക്കെ അങ്ങനെയാണോ തെറ്റ് പറ്റിപ്പോകുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്തതുകൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? നമ്മൾ പെട്ടെന്ന് അവിവേകത്തിൽ ചെയ്തു പോകുന്നു. നമുക്ക് കോപം ഉണ്ടാകുന്നു, മുൻകോപം ഉണ്ടാകുന്നു, എടുത്തിയാട്ടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാകുന്നു, അപ്പോൾ ചെയ്തു പോകും. യുഫസ്സിലു എന്താ അർത്ഥം? ഫസ്സല യുഫസ്സിലു, ഇവിടെ വേർതിരിക്കലല്ല, ഇവിടെ വ്യക്തമാക്കലാണ്. നുഹീത്തു, അതിന്റെ മഅറൂഫ് എന്താണ്? പേര് മഅറൂഫ് നഹ എന്നാണ് അതിന്റെ ഒന്നാമത്തെ രൂപം. നുഹീത്തു എന്ന് പറഞ്ഞതിന്റെ മഅറൂഫ് എന്തായിരിക്കും? നഹൈതു എന്ന് പറഞ്ഞാൽ ഞാൻ വിലക്കി. നുഹീത്തു, ഞാൻ വിലക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വേറൊരാൾ എന്നെ വിലക്കി എന്നാണ്. നുഹീത്തു എന്ന് പറഞ്ഞാൽ വേറൊരാൾ എന്നെ വിലക്കി. നഹൈത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരാളെ വിലക്കി. തലൽത്തുവിന്റെ ഒന്നാമത്തെ രൂപം വല്ല. തസ്തഅ്ജിലൂന ഏത് ഗ്രൂപ്പിൽ പെട്ടതാണ്? തസ്തഅ്ജിലൂനയുടെ ഒന്നാമത്തെ രൂപം ഇസ്തഅ്ജല. ഫാസിലീന്റെ പേര് മാളി അവ്വൽ വസിൽ ഫാസിലീൻ ഫസല.
ഫസല വേർപെടുത്തി. രണ്ടും ഏകദേശം ഫസലയും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണുള്ളത്. മഫാത്തിഹിന്റെ ഏകവചനം മിഫ്താഹുൻ. മിഫ്താഹുൻ. മിഫ്താഹിന്റെ ബഹുവചനങ്ങൾ മഫാത്തിഹു. മഫാത്തീഹ് ഒന്ന് നീട്ടിയിട്ടുണ്ട്. അതായത് മസാജിദ് വസിനിലുമുണ്ട്, മസാക്കീന് വസിനിലുമുണ്ട്. മഫാത്തീഹ് എന്ന് താൻ ശേഷം യാ ഇട്ടിട്ടും എഴുതാം. അതേപോലെ മഫാത്തിഹു ഇവിടെ ഒന്നേ തന്നിട്ടുള്ളൂ. മഫാത്തിഹു എന്ന് ഇവിടെ തന്നിരിക്കുന്ന രൂപമുണ്ട്. അതേപോലെ മഫാത്തീഹു എന്ന് മസാക്കീന് വസിനിലും ഉണ്ടാവും. മസാക്കീന് വസിനിലും മസാജിദ് വസിനിലും ഉണ്ട്. അപ്പൊ ലാ ഇല്ല വന്നിരിക്കുന്നത് എന്തിനാണ്? ലാ യഅലമു ഇല്ലാഹു. തഅക്കീദിയല്. തഅക്കീദിനാണ്. തഅക്കീദിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ലാ ഇല്ല വന്നിരിക്കുന്നത്. തഅക്കീദിന് ഇന്ന വരും, ഇന്നമാ വരും, അതേപോലെ ലാ ഇല്ല വരും. ബർറ് എന്താണ്? കര കര. അപ്പൊ ബുർറ് പുണ്യം. ധാന്യം എന്നല്ലേ? ബുർറ് ധാന്യം. ബുർറ് ധാന്യം. ധാന്യം. ഗോതമ്പ്. ബിർറ് പുണ്യം. ബർറ് കര. സഖത ഫോളൻ. വീണു. വീട്. വീണു. വറക്കത്ത് ഇല. ഇല ഇല. അതിന്റെ ബഹുവചനം മറക്കാത്ത്. അതോട് തെറ്റി. വറക്കാത്ത് ഔറാഖ് എന്നല്ലേ? ഔറാഖ്. ഔറാഖ്. നിങ്ങൾ അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന അങ്ങനെയാണ്. ഔറാഖ്, വറക്കത്ത്, ഔറാഖ്. ഞാൻ തന്നിരിക്കുന്നത് എന്താണ്? തന്നിട്ടില്ല. വറക്കുന്ന തന്നിട്ടില്ല. ഞാൻ വറക്കാത്ത് തന്നിട്ടില്ല. വറക്ക് തന്നിട്ടുണ്ട്. വറക്കുനാണ് ഞാൻ തന്നിരിക്കുന്നത്. കടലാസിന് വറക്കാന്ന് പറയും. അതന്നെ കടലാസ് തന്നെയാണ്. കടലാസ് തന്നെയാണ്. അന്ന് ഇലയിലാണ് എഴുതിയിരുന്നത്, പിന്നെ കടലാസാക്കി. സക്കത്ത വീണു. അന്ന് ഇലയിലാണ് എഴുതിയിരുന്നത്, ഇന്ന് പേപ്പറിൽ എഴുതുന്നു. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. അതേ വാക്ക് തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ താളി ഓല പോയിട്ട് പേപ്പറായി. അതേസമയം അവർക്ക് അന്നും ഇന്നും വറക്ക തന്നെയാണ്. ഹബ്ബത്ത് അതിന്റെ ബഹുവചനം ഹുബ്ബാണ്. അതൊക്കെ നിങ്ങൾ അവിടെയൊക്കെ ഷോപ്പിൽ ചെന്നാൽ ഹബ്ബത്ത് ഹുബൂബ് എന്നൊക്കെ പറയും. ഞാനെന്താ വന്നിരിക്കുന്നത്? തന്നില്ലേ? ഹബ്ബത്തിന്റെ അർത്ഥം തന്നില്ലേ? കിട്ടിയിരിക്കുന്ന ചിലപ്പോ പഴയതായിരിക്കും. ഹബ്ബത്തും വൽ ഹബ്ബു ദുൽ അസ്ഫി വർ റൈഹാൻ എന്ന് വായിക്കാറില്ലേ? ഇതിന്റെ ബഹുവചനമാണ് അത്. നേരത്തെ പറഞ്ഞു വറക്കത്ത് വറക്ക്. അതേപോലെ ഹബ്ബത്ത് ഹബ്ബ്. റത്തബിന്റെ തന്നിട്ടില്ലേ? റത്തബ് പച്ച. അപ്പം റുത്തൂബ എന്താണ്? റുത്തൂബ ഈ പച്ച ഈത്തപ്പഴത്തിന് റുത്തൂബ എന്ന് പറയും. അപ്പൊ നിങ്ങളവിടെ ഹ്യൂമിഡിറ്റി ഇല്ലായിരിക്കും അല്ലേ?
ഋതുബാന്ന് ഹ്യൂമിഡിറ്റിക്കും പറയും. ആ റുത്തൂബ. അപ്പൊ ഹ്യൂമിഡ് ആണ്, ഉം, നനവുള്ളത്, ഉം. നനവുള്ളത് എന്ന അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ യാബിസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെ ഉം, വറക്കത്ത് പറഞ്ഞല്ലോ, ഉം. വറക്കത്ത് പറഞ്ഞു. വറക്കത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇല, ഉണങ്ങിയ ഇല ആയിരുന്നാലും പച്ച ഇല ആയിരുന്നാലും ആ അർത്ഥത്തിലാണ് ഉണക്കിയായിരുന്നാലും നനവുള്ളതായിരുന്നാലും എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ കുറച്ചുപേരൊക്കെ വായിച്ചു വന്നു, കുറച്ചുപേര് വായിക്കാതെ വന്നു. റക്ബിന്റെ റത്തബ് നനവുള്ളത്, ഇവിടെ അതാണ്. പച്ചയായത്, അല്ലെങ്കിൽ ഇവിടെ ഇവിടെ എന്താണ് യാബിസ് ഉണക്ക എന്നാണെങ്കിൽ മറ്റേത് പച്ച. ആ, അപ്പൊ പച്ച എന്ന് ഉം. പറയുമ്പോഴത്തേക്ക് കളർ പച്ചയല്ല, ആ, അത് റോ എന്നുള്ള അത് ഗോതമ്പിനെ നനച്ചാൽ എന്തായി? നനച്ച ഗോതമ്പാകുമ്പോൾ അത് റത്തുബാണ്. ഉം. ഇല പച്ച ഇല, ഉണങ്ങാത്ത ഇല ആകുമ്പോൾ അത് റത്തുബാണ്. ഉം. അതേപോലെ തമറ്, ഉം. ഋതുബ്. അതെ, പച്ച തമർ ഈത്തപ്പഴത്തിന് ഋതുബ്. ഉണങ്ങാത്ത പച്ച തമറാണെങ്കിൽ എന്ത് പറയും? റത്തുബാണ്. ഋതുബ്. ഓക്കെ, എന്ത് വേണം? ആക്കടത്ത് മുമ്പേ തരുന്നതിനാണ് പഠിച്ചിട്ട് വരണം കേട്ടാ. പറഞ്ഞു. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് അർത്ഥം നമ്മളെ മനസ്സിൽ വരത്ത രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത് പാരായണം ചെയ്യുമ്പോൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين. وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. وكذلك نفصل الآيات ولتستبين سبيل المجرمين. قل إني نهيت أن أعبد الذين تدعون من دون الله قل لا أتبع أهواءكم قد ضللت إذا وما أنا من المهتدين. قل إني على بينة من ربي وكذبتم به ما عندي ما تستعجلون به إن الحكم إلا لله يقص الحق وهو خير الفاصلين. قل لو أن عندي ما تستعجلون به لقضي الأمر بيني وبينكم والله أعلم بالظالمين. وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് തജ്വീദ് നിയമങ്ങളൂടെ ഉണ്ട്. ഞാൻ പാലനം ചെയ്തിട്ടാണ് ശ്രദ്ധിച്ചത്. ഒന്ന്, മീമിനെ മറച്ചു മണിക്കൽ. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ മുമ്പ് പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു പേപ്പർ കടന്നു പോകാൻ മാത്രം ചുണ്ട് വിടർന്നാണ് ഇരിക്കേണ്ടത്. അല്ലാതെ മ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചുണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇൽഹാറാണ്. മീമിനെ വെളിവാക്കൽ എങ്ങനെയാ? ചുണ്ട് പൂർണ്ണമായും അടയ്ക്കുമ്പോൾ എന്തായി? മീമ് വെളിവായി. ചുണ്ട് ഭാഗികമായി മടയണം, അതായത് ചുണ്ടിൽ തട്ടണം. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? എയർ ടൈറ്റ് ആകാൻ പാടില്ല. അതൊന്ന്. അതേപോലെ ഇദ്ഗാമ് ശഫവി എന്ന് പറയില്ല, അതല്ലേ? അപ്പൊ ചുണ്ടില് വെച്ചുകൊണ്ട് മറക്കേണ്ടതാണ്, മറച്ച് മറിക്കേണ്ടത്. രണ്ട് സംഗതിയുണ്ട് ഇവിടെ. മീംബൈന എന്നിടത്ത് നൂനിനെ മറിച്ച് മീമാക്കിയിട്ട് പിന്നീട് മീമിനെ മറക്കുകയാണ്. അപ്പം യഖ്ലാബും യഖ്ഫാഉം വരും.
ബഅദഹും ബിബഅദിൻ എന്ന് പറഞ്ഞിടത്ത് മീമാണുള്ളത്. മീമിനെ മറച്ച് മണിക്കണം. ബിജഹാലത്തിന് അവിടെ തൻവീനിനെ മീമാക്കി മറിക്കണം. പിന്നെ ഉള്ളത് ഹുവയിൽ നിർത്തിയല്ലോ. ലാ യഅലമുഹ ഇല്ലാ ഹു. അത് നമ്മൾ സൂറത്തു ഹശ്റിലൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഹുവ എന്ന് വരുമ്പോൾ നിർത്തുമ്പോൾ ഹാവും പിന്നീട് ദീർഘത്തിന്റെ വാവുമായി മാറും. ഇല്ലാഹു. പക്ഷെ 2 ഹർക്കത്ത് നീട്ടാവൂ. ഇല്ലാഹു അലാഹു എന്ന് പറഞ്ഞു നീട്ടിക്കൊണ്ടിരിക്കാൻ പാടില്ല. വേറെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയത്. വേറൊരു സ്ഥലത്ത് നിർത്തിയപ്പോ ഇവിടെ കസ്സബത്തും ബിഹ്, കസ്സബത്തും ബിഹി എന്നിടത്ത് നിർത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്സബത്തും ബിഹ എന്ന് സുക്കൂനാണ്. ഇവിടെ അതിന് ശേഷം ചെറിയൊരു യാ ഇട്ടിട്ടുണ്ട്. ആ യാ എപ്പോഴാ വരുന്നത്? കസ്സബത്തും ബിഹി മാഇന്ദി. അപ്പൊ ബിഹിയെ 2 ഹർക്കത്ത് നീട്ടണം. ബിഹിയെ 2 ഹർക്കത്ത് നീട്ടണം. കസ്സബത്തും ബിഹി മദ്ദു തബീഅ എന്നൊക്കെ പറയും. കസ്സബത്തും ബിഹി മാഇന്ദി. അതേപോലെ വേറെ ഒരു സന്ദർഭം കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അവിടെ നിർത്തി. ഏത്? മാ തസ്തഅജിലൂന ബിഹി എന്നല്ലേ? മാ തസ്തഅജിലൂന ബിഹി. അപ്പൊ അവിടെ നിർത്തുമ്പോൾ സുക്കൂനാണ് വരുന്നത്. ചേർത്ത് ഓതുമ്പോൾ 2 ഹർക്കത്ത് മദ്ദ് വരും. ഓക്കെ. കദാലിക ഫതന്ന ബഅദഹും ബിബഅദ്. അപ്പോ നേരത്തെ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞെന്താ? അബൂജഹലും മുത്തവത്തും ഷൈബത്തും അബൂജഹലിനെ പോലുള്ളവരൊക്കെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവിടെ ഇരിക്കുന്നത് സുഹൈബും അതേപോലെ ബിലാലും ഒക്കെ പരദേശികളും അതേപോലെ അടിമകളുമായി തീർന്നവരും അതേപോലെ അമ്മാറും യാസിറും പോലുള്ള കൂലിപ്പണിക്കാരൊക്കെയാണ്. അപ്പൊ ഇവരെ പോലെയാണോ, ഇവരെ കൂടെയാണോ ഞങ്ങൾ വന്ന് ഇരിക്കേണ്ടത്? അവരൊക്കെ അങ്ങോട്ട് മാറിപ്പോയാൽ ഞങ്ങൾ വന്ന് ഇരിക്കാം, അവരെയൊക്കെ അകറ്റി നിർത്തിയാൽ ഞങ്ങൾ വരാം എന്ന ഒരു ഭാവത്തിലായിരുന്നു അവരുടെ സംഭാഷണം. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. നേരത്തെ പറഞ്ഞു അവരെ ഒരിക്കലും അകറ്റാൻ പാടില്ല എന്ന്. പിന്നീട് തുറന്നു പറയുന്നത് കദാലിക ഫതന്ന ബഅദഹും ബിബഅദ്. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ ഒരു പരീക്ഷണം. നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത സീറ്റിൽ ഒരാൾ വന്ന് ഇരിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? വേറൊരാൾ ഇരുന്ന സീറ്റിൽ നമ്മൾ ചെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഇതൊക്കെ എന്താണ്? പരീക്ഷണമാണ്. കദാലിക ഫതന്ന ബഅദഹും ബിബഅദ്. ചിലരെ കൊണ്ട് പരീക്ഷിക്കുന്നു. ബഅദഹും ചിലരെ പരീക്ഷിക്കുന്നു, ബിബഅദിൻ ചിലരെ കൊണ്ട്. ലിയഖൂലു അവർ പറയുന്നതിന് വേണ്ടി. ലിയഖൂലു അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അക്ഷരങ്ങളിൽ ലോപിക്കുകയോ കൂടെ വല്ലതും കുറഞ്ഞു വന്നിട്ടുണ്ടോ? നൂന് ലോപിച്ചിട്ടുണ്ട്. നൂൻ ലോപിച്ചിട്ടുണ്ട്. കാരണം എന്താ? കാരണം ലീ വരുന്നിടത്തൊക്കെ എന്താണ്? അൻ മറിഞ്ഞിട്ടാണ് വരിക. ലാമു താലീൽ എന്ന് വേണമെങ്കിലും പറയാം. കാരണം പറയുന്ന ലാമാണ്. ലി യഖൂലു അവർ പറയുന്നതിന് വേണ്ടി. യഖൂലൂനയുടെ ഞാൻ പോയി. അഹഉലാഇ മന്നല്ലാഹു അലൈഹിം. അഹഉലാഇ ഇവരാണോ? മന്നല്ലാഹു. മന്ന ചോദിച്ചില്ലായിരുന്നല്ലേ നേരത്തെ? മന്ന എന്താണ്? മന്ന അനുഗ്രഹിച്ചു. യമന്നൂന അലൈക അൻ അസ്ലമു. അവിടെ എന്താ? മന്ന അനുഗ്രഹിച്ചു എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. മന്നയ്ക്ക് മറ്റൊരു അർത്ഥമുള്ളത് ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞു. അതിവിടെ എഴുതിയിട്ടില്ല. അത് ശ്രദ്ധിക്കുക. യമന്നൂന അലൈക അൻ അസ്ലമു എന്ന് പറഞ്ഞിടത്ത് അതാണ്. അത് മന്നാണ്. ഇത് മന്ന എന്ന ഫിഅലാണ്. മന്ന് മറ്റേ ഇസ്മാണ്, നാമം, ആ വസ്തുവിന്റെ പേര്. മന്നും സെൽവയും. അവിടെ ഈ മന്ന എന്താണ്? നസ്ബ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നസ്ബ് ചെയ്യാൻ കാരണം ഇസ്മാണ്. എന്ത് ചെയ്തിരിക്കുന്നു?
അൻസൽന അലൈഹിമുൽ മന്ന, മനസ്സിലായി. അവർക്ക് മഞ്ഞിനെ ഇറക്കി കൊടുത്തു. അവിടെ മഫ്ഊലും ബിഹിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ഫിഅലാണ്. അവിടെ മഫ്ഊലും ഇസ്മാണ്, മഫ്ഊലും ബിഹിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഹൗലായി മന്നല്ലാഹു. മന്നല്ലാഹു എന്ന് പറയുമ്പോൾ എന്തായി? നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് വേറെ കണക്ഷൻ ഒന്നും ഇല്ലല്ലോ. മന്ന് മഫ്ഊലും ബിഹി ആകാൻ വേണ്ടിയുള്ള കണക്ഷൻ ഒന്നും ഇല്ല ഇവിടെ. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? മന്ന എന്ന ഫിഅല് വന്നിട്ട് അതിന്റെ ഫായിലുണ്ട് അള്ളാഹു എന്ന ലഫ്ദുൽ ജലാലത്ത്. അപ്പൊ എന്തായാലും ഫിഅലായിട്ട് മനസ്സിലാക്കണം. മന്നല്ലാഹു, അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. മറ്റേ സൂറത്ത് ഹുജറാത്തിലും ഇസ്ലാമക്കും, അതെ, സൂറത്ത് ബഖറയിൽ ഒരായത്തുണ്ട്. മന്നവല്ലത എന്നുള്ള അല്ലല്ല, സൂറത്ത് ബഖറയിലുണ്ട്. നോക്കാം. എന്തായാലും യമുന്നൂൻ ആലയിക്ക എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ചെയ്ത ഉപകാരം എടുത്തു പറയലാണ്. ഇവിടെ എന്താണ്? അനുഗ്രഹം ചെയ്തു. ഹൗലായി മന്നല്ലാഹു അലൈഹിം, ഇവർക്കാണോ അള്ളാഹ് അനുഗ്രഹം ചെയ്തത്? ഹൗലായി ഇവരാണോ? മന്നല്ലാഹു അലൈഹിം, അക്കൂട്ടർക്ക് അള്ളാഹ് അനുഗ്രഹം ചെയ്തതായ കൂട്ടർ ഇവരാണോ? ബൈനിന, ഞങ്ങൾക്കിടയിൽ, നമുക്കിടയിൽ അനുഗ്രഹം ലഭിച്ചവരാണോ ഇവര് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള എന്താണ് എന്ന് അവർ ചോദിക്കുമാറ് ഉള്ള പരീക്ഷണമാണിത്. ഒരു സംശയം, ആര് ചോദിക്കും? അബൂജഹലിനെ പോലുള്ളവർ ചോദിക്കുകയാണ്, ഇവരാണോ അനുഗ്രഹീതർ? ഈ സുഹൈബ് റൂമിയും ബിലാല് എവിടുന്നോ വന്ന അടിമയും അതേപോലെ അമ്മാറും യാസറിനും പോലുള്ള കൂലിപ്പണിക്കാരും ഒക്കെ ആണോ? ഇവരാണോ വലിയ വലിയ അനുഗ്രഹം സിദ്ധിച്ച ആൾക്കാർ എന്ന് ചോദിക്കുമാറ്. അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ, അള്ളാഹ് അറിയുന്നില്ലേ? അലൈസല്ലാഹു, അള്ളാഹ് അല്ലേ? ബിഅഅലമ, ബി വന്നപ്പോ എന്തുകൊണ്ട് ജർ ചെയ്തില്ല? ലിയാനൊന്നും വന്നില്ല. ലിയാൻ വരുന്നത് എന്താണ്? നസ്ബി എന്നത് ഫിഅലിനാണ്. ഇവിടെ എന്താണ്? അലമ എന്ന് പറയുന്നത് എന്താണ്? അലമ ഇസ്മാണ്. എങ്ങനെയുള്ള ഇസ്മാണ്? സൂപ്പർലേറ്റീവ് വസിന്. സൂപ്പർലേറ്റീവ് വസിനാണ്. ഇസ്മു തഫ്ലീലാണ്. ഇസ്മു തഫ്ലീൽ അലമു. അപ്പൊ അലമു എന്ന വസിൻ എന്താണ്? ആ വസിന് മംനൂ മിന സർഫാണ്. അതിന് ബി വന്നാൽ ജറിന് പകരം ഫത്തഹാണ് കൊടുക്കുക. ജറ് വരുമ്പോ കസ്റത്തുകൊണ്ടല്ല ജറ് ചെയ്യുന്നത്, ഫത്തഹത്തുകൊണ്ടാണ് ജറ് ചെയ്യുക. ബി അലമ ബിശ്ശാകിരീൻ, നന്ദി ചെയ്യുന്നവരെ കുറിച്ച് അള്ളയല്ലേ ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. അപ്പൊ സുഹൈബ് നന്മ ചെയ്താലും അബൂജഹൽ നന്മ ചെയ്താലും ആരാണ് നന്മ ചെയ്തതെന്ന് അള്ളാഹ്ക്കാണ് അറിയുക. അപ്പോ അയാൾ സമ്പന്നനാണോ, പ്രൗഢിയുള്ളവനാണോ, പ്രതാപമുള്ളവനാണോ, കുലമഹിമയുള്ളവനാണോ എന്ന് നോക്കിയിട്ടല്ല അള്ളാഹ് പരിഗണിക്കുന്നത്. അള്ളാഹ് പരിഗണിക്കുന്നത് ജിസാമിക്കും, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കല്ല അള്ളാഹ് നോക്കുന്നത്. കുലൂബിക്കും അഅ്മാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും പ്രവർത്തനത്തിലേക്കുമാണ് നോക്കുന്നത്. അപ്പൊ ജാഅക്ക് ഇവിടെ മഫ്ഊലും ബിഹി ഉണ്ട്. ജാഅക്ക നിന്റെ അടുക്കൽ വന്നു. അല്ലദീന യുഅ്മിനൂന ബിആയാതിന, അല്ലദീന ബഹുവചനമാണ്, ജാഅ മുഫ്രദാണ്. അല്ലദീന എന്ത് ചെയ്തു? അല്ലദീന ജാഅ മുൻകടന്നു, ക്രിയ മുൻകടന്നപ്പോഴേ ഇത് മുഫ്രദ് പറഞ്ഞു. ജാഅക അല്ലദീന യുഅ്മിനൂന ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ അപ്പോൾ സലാമുൻ അലൈക്കും, അവർക്ക് സമാധാനമുണ്ട് എന്ന് പറയുക. അവരെ എന്ത് ചെയ്യുക? അവരെ അകറ്റി നിർത്തിയല്ല വേണ്ടത്. അവർക്ക് സമാധാനം രക്ഷയുമുണ്ട്. നിങ്ങൾ എന്താണ്? നിങ്ങൾ പ്രശംസനീയരാണ്, ആദരണീയരാണ്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട് എന്നവരെ ആശംസിക്കുക. അവരെ ആശംസയ്ക്കും പ്രശംസയ്ക്കും അർഹരാണ്. കാരണം അവരെന്ത് ചെയ്തു? അവർക്ക് ഈമാനുണ്ട്, അവർ അള്ളാഹയോട് ശുക്ർ ചെയ്യുന്നു, അവർ അള്ളാഹിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നു. സലാമുൻ അലൈക്കും. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മത, കതബ റബ്ബുക്കും അലാ നഫ്സിഹി,
അത് മുമ്പ് നമ്മൾ പറഞ്ഞു. കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നു, അവന് അതിന്റെ സ്ഥായി സ്വഭാവമായി സ്വീകരിച്ചിരിക്കുന്നത് കാരുണ്യമാണ്. അള്ളാന്റെ അർഷിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളതെന്നാ പറയുന്നത്. എന്റെ കാരുണ്യം എന്റെ കോപത്തെ മികച്ചു നിൽക്കുന്നു. അള്ളാഹ് കോപിക്കും തെറ്റ് ചെയ്യുമ്പോൾ, തിന്മ ചെയ്യുമ്പോൾ. അള്ളയോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ അള്ളാഹ് കോപിക്കും. അതേസമയം അവന്റെ കാരുണ്യം അതിനേക്കാൾ മികച്ചു നിൽക്കുകയാണ്. അപ്പൊ സ്ഥായി സ്വഭാവമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് റഹ്മത്താണ്. അന്ന് നമ്മൾ കൂടുതൽ ശീലിച്ചിട്ടുണ്ട്. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ അന്നഹു മൻ ആമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ. അപ്പോ അള്ളാഹ് കാരുണ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേറൊരു വിഷയം കൂടെ പറയണം അതിനോട് ചേർത്ത്. മൻ ആമില മിൻകും സൂഅൻ, ഒരു തിന്മ ചെയ്തു, ബിജഹാലത്തിൻ. അപ്പൊ ഈ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കാത്തതുകൊണ്ടല്ല, ചെയ്തു, തെറ്റിൽ ആപതിച്ചു പോയി. അപ്പം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അവിവേകം കൊണ്ടെന്ന് പറയാം. അവിവേകം കൊണ്ട് ഒരു തെറ്റ് ചെയ്തു പോയാൽ ബിജഹാലത്തിൻ സുമ്മത്താബ. അപ്പൊ ജഹാലത്ത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് തീരെ അറിവില്ലായ്മ, പഠനമില്ല, അറിവില്ല, അതിനെക്കുറിച്ചുള്ള ആ വിഷയത്തെക്കുറിച്ചുള്ള ധാരണയില്ല. രണ്ടാമത്തെ ധാരണയുണ്ട്, പക്ഷേ തെറ്റിൽ ആപതിച്ചു പോയി. അതും ഒരു തെറ്റാണ്. കാരണം അവിവേകം സംഭവിക്കാൻ പാടില്ല, ചിന്തിച്ചേ പ്രവർത്തിക്കാവൂ. അതേപോലെ തിന്മയിലേക്ക് അടുക്കാൻ പാടില്ല. തിന്മ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യുക, അതിർത്തി അടയ്ക്കുക. അപ്പൊ അതൊന്നും ചെയ്യാതെ ചെയ്തും വീഴ് പോകുന്നതും അതും എന്താണ്, ജഹാലത്താണ്. സുമ്മത്താബ, പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, പിന്നീട് അതിനുശേഷം പശ്ചാത്തപിച്ച് മടങ്ങുകയും വ അസ്ലഹ, പശ്ചാത്താപം സ്വീകരിക്കുന്നതിന്റെ ഒരു ഉപാധി എന്താണ്, പശ്ചാത്തപിച്ചതിന് ശേഷം പിന്നീട് നന്മ ചെയ്യുക. അസ്ലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കി, പറഞ്ഞാൽ പിന്നീട് അയാളുടെ അമലുകൾ അയാൾ നന്നാക്കി. അന്നഹു ഗഫൂറുർ റഹീം, അപ്പോൾ അവൻ പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന കാര്യം കൂടി അള്ളാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹ്, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, മനുഷ്യരാണെങ്കിൽ അയാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ കോമ്പൻസേഷനാണ്, തെറ്റിന്റെ പ്രതിക്രിയ അവിടെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ നല്ല ആളായിട്ട് വന്നാൽ അപ്പോൾ വേറെ നോക്കാം. അള്ളാഹ് അങ്ങനെയല്ല, അയാൾ പശ്ചാത്തപിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ കഴിഞ്ഞ പാപങ്ങളെല്ലാം എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, തിന്മയെ നന്മയാക്കി പരിവർത്തിപ്പിക്കുമെന്ന് പറഞ്ഞു. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അപ്പൊ അങ്ങനെയും കൂടെ ഉണ്ട്. അതൊക്കെ അള്ളാന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. കദാലിക നഫസ്സിലുൽ ആയാതി, പ്രകാരം നാം സൂക്തങ്ങളെ വ്യക്തമാക്കി തരുന്നു. ദൈവിക സൂക്തങ്ങളെ വ്യക്തമായി വിശദീകരിച്ചു തരുന്നു. വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ എന്ന് തന്നെയല്ല, വലിതസ്തബീന, നീ അത് അല്ല, വലിതസ്തബീന, തസ്തബീന എന്ന് പറയുമ്പോഴത്തേക്ക് സബീലു, മാർഗം വ്യക്തമാകുന്നതിന് വേണ്ടിയും, സബീലുൽ മുജ്രിമീൻ, അതെ, കുറ്റവാളികളുടെ മാർഗം വ്യക്തമാകുന്നതിന് വേണ്ടിയും. കുറ്റവാളികളുടെ മാർഗം ഇതാണ്, അത് അവര് തെറ്റിന് അർഹരാണ്, അവരുടെ പ്രൗഢിയും പ്രതാപവും അല്ല അവരെ മികച്ച ആളാക്കുന്നത്, അവരുടെ വിശ്വാസവും അവരുടെ പ്രവർത്തനവുമാണ് അവരെ മികച്ച ആളാക്കുന്നത്. അപ്പൊ തികച്ചും കുറ്റവാളികളുടെ മാർഗവും സൽക്കർമ്മികളുടെ മാർഗവും വേറെയാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാകുന്നതിന് വേണ്ടിയും തസ്തബീന സബീലുൽ മുജ്രിമീൻ, വേർതിരിയുന്നതിന്, തസ്തബീന എന്ന് പറഞ്ഞാൽ വ്യക്തമാകുന്നതിന് വേണ്ടി, സ്തബാന വ്യക്തമായി, സബീലുൽ മുജ്രിമീൻ. ഖുൽ ഇന്നി നുഹീതു, ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു, അൻ അഅ്ബുദല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളയെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരാണോ അവരെ ഇബാദത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞാൻ വിലക്കപ്പെട്ടു.
ഹിന്ദുവിനില്ല അള്ളാഹെ കൂടാതെ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരൊക്കെ അവരെ ഒന്നും ഞാൻ ആരാധിക്കാൻ പാടില്ല. ഞാൻ അള്ളാഹെ മാത്രമേ ആരാധിക്കാവൂ. ഇനി നുഹീതു അൻ അഅ്ബുദ അല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്. ഇപ്പൊ ഇബാദത്തിനെ ഇബാദത്തിനെ വ്യക്തമാക്കുന്ന, അള്ളാഹെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നതിന് വ്യക്തമാക്കുന്ന വ്യത്യസ്ത രൂപങ്ങളാണ്, പ്രബോധനത്തിന്റെ വ്യത്യസ്ത ശൈലികളാണ്. നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതൊന്നും എന്നെ സംബന്ധിച്ചോളം പ്രശ്നമല്ല. അവരെയൊന്നും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് വ്യക്തമാക്കുന്ന, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് എന്നോട് വിലക്കപ്പെട്ടിരിക്കുന്നു, എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവരെ ഇബാദത്ത് ചെയ്യുന്നത് എനിക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. ലാ അത്തബിഉ അഹ്വാഅക്കും, പറഞ്ഞു കൊടുക്കുക. ലാ അത്തബിഉ, ഞാൻ ഫോളോ ചെയ്യുകയില്ല, ഞാൻ പിന്തുടരുകയില്ല. അഹ്വാഅക്കും, നിങ്ങളുടെ ദേഹേച്ഛകളെ. എന്താ, നിങ്ങൾ അങ്ങനെ അള്ളാഹെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലെ? ഈ അള്ളാഹെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയാല് അവരോടൊക്കെ എന്താ ചോദിക്കുന്നത്? സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് ചോദിക്കുന്നത്. അവരോട് ചോദിക്കുക എന്താ? അങ്ങോട്ട് പോകുന്ന പോക്കിൽ ഒരു വഞ്ചിയിൽ പൈസ ഇട്ടിട്ട് ഞങ്ങൾ കള്ളക്കടത്ത് വരുന്നത് വഴി ആരും പിടിക്കരുതേ, അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും. നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. അതെല്ലാം എന്താണ്? അള്ളാഹെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം ഈ ലോകത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്. പല നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും അള്ളാഹെ അല്ലാത്തവരോട് ചോദിക്കുന്നുണ്ടോ? ചുരുക്കമായിരിക്കും, വേറാണ്. അപ്പൊ അതെന്താണ്? ഞാൻ അത്തബിഉ അഹ്വാഅക്കും, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്, നിങ്ങളുടെ ദേഹേച്ഛയാണ്. അതിനെ ഞാൻ ഫോളോ ചെയ്യുകയില്ല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. കത് വലൽത്തു ഇതൻ, കത് വലൽത്തു ഇതൻ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഞാൻ വഴിപിഴച്ചത് തന്നെ. കത് വലൽത്തു, തീർച്ചയായും. അതിനുശേഷം മാവി വന്നാൽ അതെന്താണ്? ഉറപ്പിച്ചു പറയാനാണ്. കത് വലൽത്തു, ഞാൻ വഴിതെറ്റിയത് തന്നെ. ഇതൻ, അന്നേരം ഞാൻ നിങ്ങളുടെ ദേഹേച്ഛയെ പിൻപറ്റി അള്ളാഹെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് വഴിതെറ്റിയത് തന്നെയാണ്. വമാ അന മിനൽ മുഹ്തദീൻ, അങ്ങനെയാണെങ്കിൽ വമാ അന മിനൽ മുഹ്തദീൻ, ഇതൻ വമാ അന മിനൽ മുഹ്തദീൻ ഇങ്ങോട്ട് ചേർക്കാം. അവിടെ വാ അടക്കുന്നുകൊണ്ടാണ് ഇതൻ ഞാൻ അങ്ങോട്ട് ചേർത്തത്. ഇങ്ങോട്ടും ചേർക്കാം. ഇതൻ വമാ അന മിനൽ മുഹ്തദീൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ മുഹ്തദീങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. ഇതിന്റെ മാവി എന്താണ്? എന്താ അർത്ഥം? സന്മാർഗം പ്രാപിച്ചു. അപ്പൊ സന്മാർഗ പ്രാപ്തരുടെ കൂട്ടത്തിൽ ഞാൻ പെടുകയില്ല. അപ്പൊ ഇവിടെ ശിർക്ക് ചെയ്യുന്നവരുടെ രീതികൾ പറഞ്ഞു. നുഹീതു അൻ അഅ്ബുദ അല്ലദീന തദഊന, അപ്പൊ ദുആ ചെയ്യുന്നതിന് എന്താണ്? ഇബാദത്താണ്. ഞാൻ അഅ്ബുദു, അല്ലെങ്കിൽ നുഹീതു അൻ അഅ്ബുദ, ഇബാദത്ത് ചെയ്യുന്നതിന് ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു. അല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹ് അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ. അപ്പൊ വിളിച്ച് പ്രാർത്ഥിക്കല് ദുആ ആണ്. ദുആ എന്താണ്? ഇബാദത്താണ് എന്ന് രണ്ട് പദപ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കി. പിന്നീട് എന്ത് ചെയ്തു? അങ്ങനെ നിങ്ങൾ ദുആ ചെയ്യുന്നത് എന്താണ്? ലാ അത്തബിഉ അഹ്വാഅക്കും, അത് നിങ്ങളുടെ ഹവ കാരണമാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ദേഹേച്ഛ കാരണമാണ്, സ്വാർത്ഥ താല്പര്യമാണ്. അതെന്താണ്? ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദാല്ലീനിൽ പെട്ടു പോകരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിപ്പെടും? ദാല്ലീനിൽ പെട്ടുപോകും. പിന്നെ നമ്മൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദാല്ലീനിൽ പെട്ടുപോകരുതെന്ന്, ഉൾപ്പെടുത്തരുതെന്ന്, അല്ലെങ്കിൽ ദാല്ലീന്റെ മാർഗം കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ദാല്ലീന്റെ മാർഗം അല്ല എനിക്ക് കാണിച്ചു തരേണ്ടത് എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. പിന്നെ ഇഹ്ദിന എന്ന് പറഞ്ഞത്, ഇഹ്ദിന സിറാത്ത്, ഇഹ്ദിന എന്ന് പറഞ്ഞ് ഞങ്ങൾ നേർവഴി കാണിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. ആ നേർവഴിയിൽ ഞാൻ പെടില്ല. അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹ് അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നേർവഴിയിൽ പെടുകയില്ല. ഇന്നി അലാ ബയ്യിനത്തിൻ, പറഞ്ഞു കൊടുക്കുക, ഞാൻ എന്താണ്? സ്പഷ്ടമായ ഒരു വ്യക്തമായ ഒരു കാര്യത്തിലാണുള്ളത്, ഒരു തെളിവിന്റെ മേലാണ് ഞാനുള്ളത്.
വ്യക്തമായ പ്രമാണത്തിന്റെ മേൽ അധിഷ്ഠിതമായിട്ടാണ് ഞാനുള്ളത്. എനിക്ക് ഊഹാപോഹങ്ങളൊന്നുമില്ല, എനിക്ക് ധാരണ പെശകളൊന്നുമില്ല, വഴി അതാണോ ഇതാണോ എന്നുള്ള സംശയമൊന്നും എനിക്കില്ല. എനിക്ക് സ്പഷ്ടമായിട്ടറിയാം. അത് എവിടെ നിന്നാണ് കിട്ടിയത്? എന്റെ രക്ഷിതാവിൽ നിന്നാണ്, എന്റെ രക്ഷിതാവിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ അള്ള എന്ന് പറയുന്നതിനപ്പുറം രക്ഷിതാവ് എന്ന് പറയുമ്പോൾ ആ ഒരു ബന്ധം കൂടി, അതായത് റുബൂബിയ്യത്ത് ഉറപ്പിച്ചുകൊണ്ട് ഉലൂഹിയത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. റുബൂബിയ്യത്ത് എന്തായാലും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അള്ളയാണ് റബ്ബ്, രക്ഷിതാവ് എന്ന കാര്യം അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ആ റബ്ബിൽ നിന്നും എനിക്ക് സ്പഷ്ടമായ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കസ്സബത്തും ബിഹി, നിങ്ങളാകട്ടെ അതിനെ നിഷേധിച്ചിരിക്കുകയുമാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, അതാണ് നിങ്ങളും പിന്തുടരേണ്ടത് എന്നാണ് അതിന്റെ മറുഭാഗം. ബിഹി, ഇവിടെ വേറൊരു കാര്യം കൂടെ അതിന്റെ കൂടെ ചേർത്ത് പറയുക. എന്റെ അടുക്കലില്ല മാ തസ്തഅ്ജിലൂന ബിഹി, നിങ്ങൾ ധൃതി കാണിക്കുന്നത്. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, എന്താണ് അവർ ധൃതി കാണിക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിനിടയിൽ എഴുതിയെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടത്. എന്തായിരുന്നു? വഖാലു റബ്ബന അജ്ജിൽ ലനാ ഖിത്തന, അജ്ജിൽ ലനാ, ഞങ്ങൾക്ക് വേഗം കടുത്ത് തരുമെന്ന്. ഖിത്തന, ഞങ്ങളുടെ ഓഹരി, ഞങ്ങളെ ശിക്ഷിക്കാൻ പോവാണെങ്കിൽ ഞങ്ങളുടെ ഓഹരി ഞങ്ങൾക്ക് ഇനി നേരത്തെ തന്നെ തന്നേക്കുമെന്ന്, പെട്ടെന്നാകട്ടെ എന്ന്. ഖബല യൗമിൽ ഹിസാബ്, ആ ഹിസാബ് വരുന്നതിന് മുമ്പ്, വിചാരണ വരുന്നതിന് മുമ്പ് നമുക്ക് ഇത് കാണിച്ചു തരൂ എന്ന് അവർ പറഞ്ഞു, പരിഹാസ രൂപേണ. അതേപോലെ ഈ പറയുന്ന മുഹമ്മദ് പറയുന്ന കാര്യങ്ങളാണ്, ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ അന്തിരാലേന മിൻ ഇന്ദിക, നിന്റെ അടുക്കൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതെങ്കിൽ അന്തിരാലേന ഹിജാറത്തൻ മിനസ്സമ, ആകാശത്തുനിന്ന് കല്ലുമഴ, ചരൽ മഴ പെയ്യട്ടെ. അവീത്തനാബി അജാബിൻ അലിയും, അതുപോലുള്ള ശിക്ഷ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറക്കട്ടെ എന്ന് അവര് പറഞ്ഞു. അതിനെക്കുറിച്ചാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ പറയുന്നതാണ് ശരിയെങ്കിൽ ആ ശിക്ഷ ഇങ്ങോട്ട് കാണിച്ചതാന്ന് പറഞ്ഞു. അതാണ് പറയുന്നത് മാ തസ്തഅ്ജിലൂന ബി, നിങ്ങൾ ധൃതി കാണിക്കുന്നത് ഒന്നും എന്റെ അടുക്കലില്ല, അത് അള്ളാന്റെ അടുക്കലാണ്, അള്ളയാണ് അത് കൊണ്ടുവരേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ. ഇനിൽ ഹുക്മു ഇല്ലാതില്ല, ഹുക്മ് അള്ളാഹ്ക്കാണുള്ളത്, ഹുക്മ് അള്ളാഹ്ക്കാണുള്ളത്. ഹുക്മ് എന്താ? ഹുക്മിന്റെ മാളി അവ്വൽ വസിൻ വിധിച്ചു അല്ലെ? അപ്പം ഹുക്മ് എന്താണ്? വിധിക്കൽ. അപ്പൊ വിധികർത്തൃത്വം അള്ളാന്റെ അടുക്കലാണുള്ളത്. വിധികർത്താവ് അള്ളാഹുവാണ്, ഹാക്കിം. ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ ഹാക്കിമില്ല. അപ്പൊ വിധികർത്തൃത്വം അള്ളാന്റെ അടുക്കലാണ് ഉള്ളത്. സൂറത്ത് മാഇദയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. സൂറത്ത് മാഇദയില് നമ്മൾ പഠിച്ചു, നമ്മൾ അപ്പോഴ് ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ومن لم يحكم بما أنزل الله فأولئك هم الكافرون ومن لم يحكم بما أنزل الله فأولئك هم الظالمون ومن لم يحكم بما أنزل الله فأولئك هم الفاسقون എന്നൊക്കെ അവിടെ പറഞ്ഞിട്ട് ആ ഭാഗം ഒന്നും എടുത്ത് വായിച്ചു നോക്കാം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് യഖുസ്സുൽ ഹഖ, ഹഖ അവൻ എന്ത് ചെയ്യുന്നു? ഹക്ക് വിവരിച്ചു തരുന്നു. ഖസ്സ യഖുസ്സു എന്ന് പറഞ്ഞാൽ കിസ്സത്ത്, കിസ്സ പറയുന്നു. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ, പത്രത്തിൽ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ എല്ലാം സ്റ്റോറി അല്ല, ന്യൂസ് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിളിനെ സ്റ്റോറി എന്ന് പറയും. അപ്പൊ എന്താണ്? ഹക്കിനെ അവൻ വിവരിച്ചു തരുന്നു. അപ്പൊ വിവരിക്കുക എന്ന അർത്ഥത്തിലാണ് ഖസ്സ വന്നിരിക്കുന്നത്. ഖസ്സ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, കഥ പറയാനല്ല, ശരിയായ സ്റ്റോറി നാം വിവരിച്ചു തരുന്നു. വഹുവ ഖൈറുൽ ഫാസിലീൻ, അവൻ സത്യത്തെ എന്ത് ചെയ്യുന്നു? വിവരിച്ചു തരുന്നു. വഹുവ ഖൈറുൽ ഫാസിലീൻ, വ്യക്തമാക്കി തരുന്നവരിൽ ഉത്തമൻ അവനാണ്. ഖൈറുൽ ഫാസിലീൻ. ഖുൽ ലൗ അന്ന ഇൻദി മാ തസ്തഅ്ജിലൂന ബിഹി, പറഞ്ഞു കൊടുക്കൂ. ലൗ അന്ന ഇൻദി, എന്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ, മാ തസ്തഅ്ജിലൂന ബിഹി, നിങ്ങൾ ധൃതി കാണിക്കുന്ന കാര്യം, ശിക്ഷ ഇങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് നിങ്ങൾ പറയുമ്പോഴേക്കും ശിക്ഷ ഇറങ്ങാൻ വേണ്ടി എന്റെ കയ്യിൽ അതിന്റെ
അതിന്റെ ഉടമസ്ഥാവകാശം, കൈകാര്യകർത്തൃത്വം അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ലഖുദിയൽ അംർ, കാര്യം കഴിഞ്ഞേനെ. ഖുദിയൽ അംർ എന്നുള്ള കഥ കഴിയുമായിരുന്നു. ബൈനിയോ ബൈനക്കും, നിങ്ങൾക്കും എനിക്കും ഇടയിലുള്ള പ്രശ്നം തീർന്നേനെ, കാര്യം അവസാനിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിയുമായിരുന്നു എന്നാണ്. ഖുദിയൽ അംറു, കാര്യം കഴിയുമായിരുന്നു. ബൈനിയോ ബൈനക്കും, നിങ്ങൾക്കും എനിക്കും ഇടയിലുള്ള, നിങ്ങളത് ചോദിച്ച ഉടനെ ഞാനങ്ങ് തരും, നിങ്ങളുടെ കഥ, നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങളുടെ കഥ കഴിയുമായിരുന്നു. അതേസമയം വല്ലാഹു അലമു ബിൽവാലിമീൻ, ദുൽമ ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹ് നന്നായി അറിയും. ഇപ്പൊ ഇവിടെ മുകളിൽ പരാമർശിച്ചു വന്നത് ശിർക്കുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ശിർക്കല ദുൽമുൻ അളീം, അതാണ് ഏറ്റവും വലിയ ദുൽമ്. അതിനുശേഷം പിന്നെ അതിന്റെ താഴെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പൊ അങ്ങനെ ദുൽമ ചെയ്യുന്നവരെ സംബന്ധിച്ച് അള്ളാഹ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവനറിയാം. എപ്പോഴാണ് ശിക്ഷ ഇറക്കേണ്ടതെന്നും അള്ളാഹ്ക്ക് അറിയാം. ഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അവന്റെ അടുക്കലാണ് ഗൈബിന്റെ താക്കോലുള്ളത്. അദൃശ്യ കാര്യങ്ങളുടെ താക്കോൽ അവന്റെ അടുക്കാനുള്ളത്. അദൃശ്യ കാര്യങ്ങൾ പറയുന്ന സൂക്തമാണ് അതിന് മുകളിൽ ഇട്ടിരിക്കുന്നത്, പച്ച കളറില് കൊടുത്തിട്ടുള്ളത്, അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്, ആ പച്ച ബോർഡറിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅ. അപ്പോ ഏതാണ്ട് 4 പ്രധാന കാര്യങ്ങളാണ് ഗൈബിനെ കുറിച്ച് എടുത്തു പറയുന്നത്. ഗൈബിനെ കുറിച്ച് 4 കാര്യങ്ങളാണ് എടുത്തു പറയുന്നതാണ് പറയുന്ന പണ്ഡിതന്മാർ. അതില് ആ 4 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്ത്യനാളിനെ കുറിച്ച്, ഇൽമു സ്സാഅ, അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് അവന്റെ അടുക്കലാണുള്ളത്. വയനസ്സിലുൽ ഗൈസ, മഴ വർഷിപ്പിക്കുന്നത് അവനാണ്. വയഅലമു മാ ഫിൽ വയഅലമു മാ ഫിൽ അർഹാം, ആണാണോ പെണ്ണാണെന്നുള്ളത് അവനാണ് അറിയുന്നത്. ഗർഭപാത്രത്തിലുള്ളതിനെ കുറിച്ച് അവനാണ് അറിയുന്നത്. ഇപ്പൊ സ്കാൻ ചെയ്ത് മനസ്സിലാകാന്ന് പറഞ്ഞില്ലേ, പക്ഷെ അതിന്റെ കൺട്രോളൊക്കെ അള്ളാഹിന്റെ കയ്യിലാണ് ഉള്ളത്. ആണാകാൻ പോവാണോ പെണ്ണാകാൻ പോവാണോ, അതിന് മുമ്പ് എന്താ അറിയാത്തത്? അപ്പൊ അതിന് മുമ്പ് അള്ളാഹ് അറിയുന്നു. അർഹാം, മാഫിൽ അർഹാം. അമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദ. പിന്നെ മനുഷ്യന്മാർക്ക് ഒരു മനുഷ്യനും അറിയില്ല അവൻ നാളെ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ അതൊരു അറിവാണ്. അമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെ വെച്ചാണ് മരിക്കുമെന്നും ഒരാൾക്കും അറിയില്ല, അത് മറ്റൊരു അറിവാണ്. അല്ലാഹു അലീമുൽ ഖബീർ, അള്ളാഹ് എല്ലാത്തിനെ കുറിച്ചും ആഴത്തിൽ അറിയുന്നവനും സൂക്ഷ്മദർശിയുമാണ്. അപ്പൊ അങ്ങനെയുള്ള അദൃശ്യ കാര്യങ്ങളുടെ താക്കോൽ അടുത്താണ്, അള്ളാഹിന്റെ അടുത്താണ്. ഫാത്തിഹുൽ ഗൈബ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആരെങ്കിലും അദൃശ്യ കാര്യങ്ങളെ കുറിച്ച് അറിയാം എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? കള്ളം കെട്ടിച്ചമിച്ചിരിക്കുന്ന ഹദീസുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുണ്ട്. ആരെങ്കിലും പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അദൃശ്യ കാര്യങ്ങളെ കുറിച്ച് അറിയാം എന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണ്. അതേപോലെ അള്ളാഹ് അറിയിച്ച കാര്യങ്ങളല്ലാതെ വേറെ ആർക്കും അറിയില്ല. ആയത്ത് തന്നിട്ടുണ്ടോ? അപ്പൊ അള്ളാഹ് ചിലർക്ക് എന്ത് ചെയ്യും? ആ അദൃശ്യ കാര്യങ്ങൾ, അദൃശ്യം എന്ന് പറയുന്നത് ഗൈബിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഗൈബ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നില്ല, അപ്പൊ എന്താണ്? ഗൈബാണ്. നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ കാണുന്നില്ല. നിങ്ങൾ അവിടെ ഉണ്ട് എന്ന വിവരം എനിക്കറിയാം, അപ്പോഴും എന്താണ്? അത് ഗൈബാണ്. അത് ഒരു ഗൈബാണ്. ഇപ്പം നമ്മൾ പറയുമ്പോൾ കുട്ടി എവിടെയാണ്? കുട്ടി ഗായിബാണെന്ന് പറയും, ആൾ ആബ്സെന്റ് ആണെന്ന് പറയും. അപ്പൊ ആബ്സെന്റ് ആണ്. അപ്പൊ അതെന്താണ്? ചിലർ കാണുന്നു, ചിലർ കാണുന്നില്ല. അങ്ങനെയുള്ള അറിവുണ്ട്. ചിലർക്ക് പ്രത്യക്ഷമാകുന്നു, ചിലർക്ക് പ്രത്യക്ഷമാകുന്നില്ല. അതും അങ്ങനെയുള്ള ഗൈബുണ്ട്. അതേപോലെ അള്ളാഹ് എന്ത് ചെയ്യും? ചിലർക്ക് വ്യക്തമാക്കി കൊടുക്കും. ചില അറിവ് അള്ളാഹ് ചിലർക്ക് വ്യക്തമാക്കി കൊടുക്കും. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല? അത് ആലിമുൽ ഗൈബ്, ആ ഗൈബിനെ അള്ളാഹ് ആർക്കും ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അള്ളാഹ് ആർക്കും അറിയിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഗൈബുണ്ട്. പിന്നീട് എന്തത്? ഇല്ലാമൻ ഇർത്തദാ മിർ റസൂലിൻ, അള്ളാഹ് തൃപ്തിപ്പെട്ട ചില റസൂലുമാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒഴികെ. അപ്പൊ എന്ത് ചെയ്യും? ചിലർക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്ന അറിവുണ്ട്. അപ്പൊ ഇത് മൂന്നാമത്തെ അറിവാണ്, ഗൈബാണ്. പൂർണ്ണമായും അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന അറിവും
ചിലർ കാണുന്നു, ചിലർ കാണുന്നില്ല, അങ്ങനെയുള്ള ഗൈബ്. ഞാൻ പറഞ്ഞ ഫിസിക്കലി ഉള്ള ഗൈബ്. മൂന്നാമത്തെ ഗൈബ് എന്താണ്? അള്ളാഹ്ക്കറിയാം, അതേസമയം അള്ളാഹ് അതിൽ ചില കാര്യങ്ങൾ ചിലർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ അവർക്കറിയാം, അത് നമുക്കറിയില്ല. മറ്റൊരാൾക്കും അള്ളാഹ് അറിയിച്ചു കൊടുത്തവർക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. അങ്ങനെയുള്ള ഗൈബുകളും ഉണ്ട്. അപ്പോ സുപ്രീമായിട്ട് അറിയുന്നത്, ഗൈബ് അറിയുന്നത് അള്ളാഹ് മാത്രമാണ്. സുപ്രീം അതോറിറ്റി ഓഫ് ദ ഗൈബ്, അതിന്റെ ഗൈബിന്റെ അദൃശ്യ കാര്യങ്ങളുടെ താക്കോൽ അവന്റെ കയ്യിലാണുള്ളത്. അവൻ എവിടെയുള്ളതും അറിയും. മരുഭൂമിയിലുള്ളതും മരിപ്പച്ചയിലുള്ളതും അവൻ അറിയും. ഒരു ഇല വീണിട്ടുള്ളൂ, വീഴുകയില്ല. ഒരു ഇലയും വീഴുകയില്ല. ഇല്ലാ യഅലമുഹ, അവൻ അതിനെ അറിഞ്ഞിട്ടില്ലാതെ. ഒരില വാടിയോ പച്ചയായോ ഉണങ്ങിയോ വീണിട്ടുണ്ടെങ്കിൽ അതിനെ അള്ളാഹ് അറിയും. ഇലകൾ എന്തുമാത്രം ഇലകളാണുള്ളത്. ആ ഇലയിൽ ഒരു ഇല വീഴുമ്പോൾ അള്ളാഹ് അറിയും. അള്ളാഹ് അറിയാതെ ഒരു ഇലയും വീഴുന്നില്ല. അതിനാണ് കവി പറഞ്ഞത്, ആലില ചിരിച്ചാൽ അവൻ അറിയും, അലയാഴി അലറിയാൽ അതും അറിയും. അപ്പൊ കടലിലെ തിരമാലകളെയും കടലിലെ ജലാശയത്തിലെ ചലനങ്ങളെയും അതേപോലെ ഇലകളുടെ വളരുന്നതും വീഴുന്നതും ഒക്കെയും അള്ളാഹ് കൃത്യമായിട്ട് അറിയും. അറിഞ്ഞു. ഭൂമിയുടെ അന്ധകാരങ്ങളിൽ, ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ധാന്യമണികളെ പോലും അവൻ എന്ത് ചെയ്യുന്നു? അവൻ അറിയുന്നു. ഒരു ഭൂമിയിലെ അന്ധകാരത്തിലുള്ള ഒരു ധാന്യമണി പോലും ഇല്ല. വലാ റത്തുബിൻ, പച്ചയായിട്ടുള്ളതോ, വലാ യാബിസിൻ, ഉണങ്ങിയതോ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ ഉള്ളതായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ അതെല്ലാം എവിടെയുണ്ട്? അള്ളാഹുടെ കണക്കിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ധാന്യം എവിടെ കിടക്കുകയാണ്, എപ്പോഴത് കിളിർക്കും, അത് ആ ഇല എപ്പോഴാണ് വീഴുന്നത്, എപ്പോഴാണ് ഉണങ്ങുന്നത്, ഉണങ്ങിയിട്ടാണോ വീഴുക, അത് ഉണങ്ങിയാലും അവിടെ തന്നെ നിൽക്കുമോ, പച്ചയായിട്ടാണോ വീഴുക, ഉണങ്ങിയിട്ടാണോ വീഴുക എന്നൊക്കെ അള്ളാഹ് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ഇതാണ് നമുക്ക് ഇന്ന് ചർച്ചയുള്ളത്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇതിലെന്താ മനസ്സിലാകാത്ത ഗ്രാമർ വല്ലതുണ്ടോ? എന്താ അവസ്ഥയിലാ ഉള്ളത്? മഫ്ഊലുൻ ബിഹിയാണ്. അപ്പൊ അതിന്റെ ബഅദഹും നാം എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുന്നു. ബഅദഹും, അവരിൽ ചിലര്. ഫതന്നയിലുള്ള നെഹ്റുവാണ് അതിന്റെ കർത്താവ്. ബഅദഹും, അപ്പൊ ഹും എന്താണ്? മഫൂലും ബി. ഹും രണ്ടാമത്തെ മഫൂലും ബിഹിയാ. ഫതന്ന ബഅദഹും എന്ന് പറയുമ്പം അവരെയും ബാദിനെയും ഹുമ്മിനെയും പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അത് ഇവാഫത്താണ്. അത് തന്നെ. എന്താണ്? ഇവാഫത്താണ്. ബാദിനും കുല്ലിനും ശേഷം വരുന്ന കുല്ലും ഇലാഫത്തായിരിക്കും. ബാദെന്ന് പറഞ്ഞാൽ കുറച്ച്, കുല്ലെന്ന് പറഞ്ഞാൽ എല്ലാം. ബാദിനും കുല്ലിനും ശേഷം വരുന്ന കുല്ലും ഇലാഫത്തായിരിക്കും. അപ്പൊ നമ്മള് കസ്റ് വരുത്തുന്ന സബ്സിഡിയറി പദങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത് തരാം. അതെല്ലാം എന്തായിരിക്കും? ഇലാഫത്തായിരിക്കും. ബഅദ്, കുല്ല്, അതേപോലെ ഫൗഖ, തഹ്ത, അമാമ,
അത് ദു ദി ദു അതിന് ശേഷം വരുന്നത് ഇതെല്ലാം എന്തായിരിക്കും ഇൻ- ഇവാഫത്താണ്. ഇന്ദ ബൈന കുല്ല. ഇന്ദ ബൈന അതൊക്കെ ഉണ്ട്. ഈ യഖൂലു നേരത്തെ നമ്മൾ പറഞ്ഞു അഹഉലാഇ മന്നല്ലാഹു അലൈഹിം. ഇവിടെ നമുക്ക് അതിന്റെ സെന്റൻസിന്റെ സ്ട്രക്ചർ കൃത്യമായി അറിയണമെന്ന് വെച്ചാൽ എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയണമെന്നില്ല. കാരണം ഉടനുടൻ വരികയാണ്. തന്നെ നാം പരീക്ഷിക്കുന്നു. ബാലഹും അവിടെ മഫൂലും ബിഹി ഉടനെ വന്നു. ബിബാലിൻ. അപ്പൊ ഇവിടെ ഹുമ്മിന്റെ സ്ഥാനം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി അർത്ഥം. ബാലഹും അവരിൽ ചിലരെയാണെന്ന്. ബിബാലിൻ വേറെ ചിലരെ കൊണ്ട്. നാം പരീക്ഷിക്കുന്നു, അവരെ പരീക്ഷിക്കുന്നു, ചിലരെ വേറെ ചിലരെ കൊണ്ട് പരീക്ഷിക്കുന്നു. ആശയം നമുക്ക് വ്യക്തമാണ്, അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ലി യഖൂലു എന്നിടത്തും അപ്പൊ ഞാൻ പോയെന്നുള്ളത് നമ്മൾ അറിഞ്ഞാലേ ശരിക്കും അവിടെ യഖൂലൂനെയാണ് ഫേല് മുളാരിയാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഹഉലായി എന്തുകൊണ്ടാ കസർ വന്നത്? ഹഉലായി എപ്പോഴും കസറാണ്, എപ്പോഴും കസറാണ്. അത് എപ്പോഴും കസറാണ്. മബിനിയാണ്. അല മബിനിയും അലൽ കസർ. അത് കസറില് മബിനിയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഹഉലായി ഉലായിക്ക മന്നല്ലാഹു അലൈഹിം. അപ്പൊ മന്ന ഫേല് മാളിയാണ്, ലഫ്ലുൽ ജലാലത്ത് ഫായിലാണ്. അപ്പൊ ഉടനെ തന്നെ ഫേലും ഫായിലും വന്നു. അലൈഹിം മിൻ ബൈനിന. വേറെ ഒരു സ്ട്രക്ചറും അതിൽ ഈ ഇത്രയും പറഞ്ഞതിലൊന്നും അറിയാനില്ല. അലൈസ് അല്ലാഹു ബി അലമ. ലൈസയുടെ കൂടെ രണ്ടാം ഭാഗത്തിൽ ബി വരും. ബി ഷാക്കിരീൻ. അവിടെയും ഒരു ഘടനയും നമുക്ക് അറിയേണ്ട കാര്യമില്ല. അതിന്റെ ആൻസർ ബല അല്ലേ? ബല എന്ന് പറയണം, നാം എന്നല്ല അല്ലേ? ഞാമെന്നല്ല. അലൈസ് അല്ലാഹു അലൈസ വന്നാല് ലൈസ നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ബല എന്ന് പറയുന്നത്. ലദീന. അപ്പൊ ഞാൻ പറഞ്ഞു ജായുടെ ഫായില് അല്ലദീനയാണ്. ജായുടെ ഫായില് അല്ലദീനയാണ്. അപ്പം ഫേല് മുൻകടന്നത് കൊണ്ടാണ് അല്ലദീന ബഹുവചനമായി വന്നാലും ഫേല് മുമ്പേ വന്നാൽ അവിടെ മുഫ്രദ് പറഞ്ഞാൽ മതി. എന്താണ്? മഫ്ഊലുൻ ബിഹിയാണ്, നിന്റെ അടുക്കൽ വന്നു. അല്ലദീന, പിന്നെ അല്ലദീന വന്നിട്ട് യുഅ്മിനൂന ബി ആയാതിന. അല്ലദീന യുഅ്മിനൂന, അല്ലദീനയാണ് ഇത് യുഅ്മിനൂനയുടെ കർത്താവായിട്ട് പരിഗണിക്കപ്പെടുക. അല്ലദീന യുഅ്മിനൂനയിലുള്ള ഹുമ്മാണ് അല്ലദീനയിലേക്ക് മടങ്ങുന്നത്. യുഅ്മിനൂന ബി ആയാതിന. അപ്പൊ ആമനയുടെ കൂടെ ബി വരും, എന്തിൽ വിശ്വസിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി. ഫഖുൽ സലാമുൻ അലൈക്കും. അതൊന്നും ബാക്കി ഘടനയൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ. അവിടെ കതബ റബ്ബുക്കും എന്ന് പറഞ്ഞിടത്തും പേരും പ്രായം മാത്രം അറിഞ്ഞിരുന്ന കാര്യമുണ്ട്. അലാ നഫ്സിഹിർ റഹ്മ. പിന്നെ കത്തബയുടെ മഫ്ഊലുൻ ബിഹിയാണ് എന്ത്? അർ റഹ്മത്ത്. റഹ്മത്തിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നഹു എന്തെന്നാൽ അതിതാണ്. മൻ അമല മിൻകും സൂഅൻ ബിജഹാലത്തിൻ. വേറെ ഘടനകളൊന്നുമില്ല. സുമ്മ താബ മിൻ ബഅദിഹി വഅസ്ലഹ ഫഅന്നഹു ഗഫൂറുർ റഹീം. കദാലിക നുഫസ്സിലുൽ ആയാതി. ആയാത്തിൽ എന്തുകൊണ്ട് കസർ വന്നു? മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് കസറത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. ജന്മ മുഅന്നസ് ആയതുകൊണ്ട് കസറത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. ജന്മ മുഅന്നസ് സാലിമായിരുന്നു. തസ്തബീന. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? തസ്തബീനയ്ക്ക് വാവ് നസ്ബ് ചെയ്തു. എന്തുകൊണ്ട് നസ്ബ് ചെയ്തു? എന്താ അടയാളം നസ്ബിന്റെ? ഈന കൊണ്ടോ? ഈ വന്നുകൊണ്ട് എന്തുകൊണ്ട്? എന്താണ് നസ്ബിന്റെ അടയാളം? എന്തുണ്ട്? ഈന വരുന്നതെല്ലാം യായാണ് കസറിന്റെ അടയാളം. മറിഞ്ഞിരിക്കുന്ന അന്നാണ് ലീഡ്. അപ്പൊ അൻ വന്നാൽ നമ്മള് നസ്ബ് ചെയ്യും. അപ്പൊ നസ്ബിന്റെ അടയാളം നസ്ബ് ചെയ്തു എന്നതിന്റെ അടയാളം എന്താണ്?
യാ ആണ്. അൻതസ്തബീന യാ ലീൻ. എല്ലാരും ഒന്ന് ചിന്തിച്ചിട്ട് പറയും നമ്മൾ ക്ലാസ് തീർന്നു. ഈന തന്നെ. അപ്പൊ അതിന്റെ ഫെയിലിന്റെ ഒറിജിനൽ എന്താണ്? കെസർ കൊടുത്തുകൊണ്ട് ഇസ്തബാന ഇസ്തബാന. അതിന്റെ മുതാരി എന്താണ്? യസ്തബീനു ഇസ്തബീനു എന്ന് പറയുന്നത് മുഫ്രദാണോ ബഹുവചനമാണോ? ബഹുവചനം. ഇസ്തബീനു എന്ന് പറയുമ്പോൾ തന്നെ ബഹുവചനമാണ്. ഇസ്തബാന യസ്തബീനു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ബഹുവചനമായി അല്ലേ? അല്ല, ബഹുവചനല്ല, മുഫ്രദാണത്. മുഫ്രദാണ്. അപ്പൊ പിന്നെ എപ്പോഴാണ് ഈന കൊണ്ട് നസ്ബി എന്നത്? ഈന കൊണ്ട് നസ്ബി എന്നത് ഏതിനാണ്? പിന്നെ എന്താ പറയാ, അത് ഫേലിനാണോ ജിസ്മിലാണോ? തന്നെ. ഫെയിലിനാണ് ഈന കൊണ്ട് നസ്ബി എന്നത്. ഫെയിലിനാണ്. അല്ല 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 ഇസ്തബാന മിനു എന്നൊക്കെ പറയുമ്പോ അല്ല മുഅ്മിൻ മുഅ്മിനൂന ഇതുപോലെ അല്ല. ഇവിടെ ഈന ഫെയിലിനുള്ളതാണ്. ഇസ്തബാന യസ്തബീനു. ഇസ്തബാന യസ്തബീനു ഫെയിലിനുള്ളതാണ്. അപ്പൊ ഫെയിലിന്റെ ബഹുവചനം പറഞ്ഞു നോക്കിയേ. യസ്തബിനൂന ഉണ്ടാലാണ് അവിടെ ഈനയും പിന്നെ എന്താ പറയാ ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മൾ അതിലേക്ക് പോകാൻ പറ്റൂല. കാരണം എന്താണ്? ഈന കൊണ്ട് നസ്ബി ചെയ്യുന്നത് നൗണിലാണ്. ഇവിടെ നൗണിൽ ഈ പിന്നെ ഫെയിലിൽ ഈന വരുന്ന പ്രശ്നമേ വരുന്നില്ല. ഈന വരും, പക്ഷെ അത് നസ്ബിയത്തക്ക രീതിയിലുള്ള ഈന ആയിരിക്കില്ല. അലീനയിലാണ് ഈന വരുന്നത്. ഒരു പെണ്ണിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഹിയ തസ്തബീനു ആണ്. സബീൽ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടാ. അപ്പൊ സബീലിന്റെ ഫേലാണെന്ത്? തസ്തബീനു. തസ്തബീനുവിന്റെ ഫായിലാണ് സബീല്. അപ്പം എന്താണ്? അവിടെ ഏകവചനമാണ്. തസ്തബീനു എന്നാണ്. ലീ വന്നത് കൊണ്ട് തസ്തബീനു എന്നതിന്റെ ലമ്മ മാറ്റി ഫത്തഹത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്തത്. ഫെയിലിൽ ഈന കൊണ്ട് നസ്ബ് ചെയ്യില്ല. ഓക്കെ. യസ്തഗ്ഫിറുമാണ്. ഇവിടെ ദുർബലാശം ഇസ്തബാന എന്ന അലിഫ് വന്നപ്പോൾ യസ്തബീനു എന്ന് മുലാരി ആയതാണ്. എന്നൊക്കെ പറയണ പോലെ ലിഫ്തഹ എന്ന് പറയണ പോലെ അല്ലേ? അതെ. ഇവിടെ എന്താണ്? ലി തഫ്തഹ എന്ന് പറയുന്നത് പോലെ. ഇസ്തഗ്ഫറ പറഞ്ഞു നോക്കിയാൽ മതി. ലി തസ്തഗ്ഫിറ എന്ന് പറയുന്നത് പോലെയാണ്. ഇവിടെ അലിഫ് യായായിട്ട് മാറിയതാണ്. മാവിയിലുള്ള അലിഫ് യായായിട്ട് മാറിയതാണ് മുലാരിയിൽ. ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. അങ്ങനെ ലമ്മനെ മാറ്റിയിട്ട് ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. അത് ഇവിടെ നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്നും ആകണ്ട, ആയത് കൊണ്ടൊന്നും പറയണ്ട. അതായത് ആയത് കൊണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ. അതായത് മുസ്ലിം ആയാത്തിനെ കസ്രത്ത് കൊണ്ട് നസ്ബ് ചെയ്യാൻ കാരണം അത് ജമ്മ മുഅന്നസ് സാലിം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ വരുന്നത് ഇവിടെ സാധാരണ നോർമലി നസ്ബിന്റെ അടയാളം ഫത്തഹത്താണല്ലോ. ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. അതുകൊണ്ട് കാരണമൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് വന്നത് കൊണ്ട് എന്ത് ചെയ്തു? ലാമു താലിൽ വന്നതുകൊണ്ട് ഈ തസ്തബീന ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. അതെ, അൻ മറിഞ്ഞിട്ടാണ് വരിക. ലാമത്താലി വരുമ്പോൾ അൻ മറിഞ്ഞിട്ടാണ് വരിക. ഓക്കെ, ബാക്കി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ചിലതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നുഹീത്ത് പോലുള്ള മുഖ്തദീനൊക്കെ പറഞ്ഞു. എന്തായാലും ഇവിടെ കോംപ്ലിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാല്ല. കോംപ്ലിക്കേഷൻ ഒന്നിൽ തന്നെ ഇല്ല. എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ചിന്തിക്കേണ്ട വ്യാകരണങ്ങളൊന്നും ഇതിലില്ല. ബഹുവചനാണെങ്കിൽ വരില്ല. ലിതസ്തബൂൻ
അല്ല. എങ്ങനെ വരിക? തസ്തബീന തസ്തബൂന എങ്ങനെ ആവും? തസ്തബീനു. തസ്തബീനൂന വരില്ലേ? തസ്തബീനൂന. തസ്തബീനൂന വരില്ല. തസ്തബീനു. ആ തസ്തബീനു. അപ്പം അങ്ങനെ തസ്തബീനൂന എന്ന് വരുന്നിടത്ത് തസ്തബീനു എന്ന് വരും. അപ്പൊ വാവും അലിഫും വരുമ്പോൾ അവിടെ വാവും അലിഫും വരും ബഹുവചനം ഉണ്ടെങ്കിൽ. അതിന് ബഹുവചനമാണെങ്കിൽ വാവുണ്ടാവും, വാവും അലിഫും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഫെയിലിൽ ചെയ്യേണ്ടതാണോ ഇസ്മിൽ ചെയ്യേണ്ടതാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ പറയാൻ. നേരെ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അങ്ങനെ ഓരോന്നോരും ചിന്തിച്ച് വരുമ്പോഴേ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ തെറ്റ് പറയുന്നത് നമ്മൾ ഓരോന്നിനും എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണം. എന്താണ് മലയാളം, അതിന്റെ റൂട്ട് വേർഡ് എന്താണ്, അതെങ്ങനെ വന്നു എന്നൊക്കെ ചിന്തിച്ച് നോക്കിയാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുക, ഗ്രഹിക്കുക, പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وبركاته.